വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. ഇപ്പോൾ ഈ വീഡിയോയുടെ ഈ പെട്ടിയും ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് വ്ളോഗെന്ന്. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ മോള് മസ്കറ്റിൽ നിന്ന് ഡൽഹിയിൽ എത്തിയത് എൻ്റെ വീഡിയോ ആയിരുന്നു. കഴിഞ്ഞത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. വ്യൂസ് വളരെ കുറവാണ്. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കാണുന്ന രണ്ട് കണ്ടിന്യൂവേഷൻ പോലെയാണ്. ഡൽഹിയിൽ പിന്നെ ഒരു ദിവസം കുട്ടികളെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ നിന്ന് ഒരു ഡേ കഴിഞ്ഞതിന് ശേഷമാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഡൽഹി ടു കൊലാലംപൂർ ടു ഓസ്ട്രേലിയ മസ്കറ്റിൽ നിന്നാണ് എനിക്ക് വരുന്നത്. കുറേ ആയിട്ട് ഈ മസ്കറ്റിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് എപ്പോഴും മസ്കറ്റ് എന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഈ കാണിക്കുന്നത്. ഇത് ലോഞ്ച് ഫുഡാണ് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ഫുള്ളൊന്നും കാണിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ലോഞ്ചിൽ നല്ല തിരക്കായിരുന്നു. ഡൽഹി എയർപോർട്ട് നല്ല തിരക്കായിരുന്നു. ലോഞ്ചിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാമെന്ന് മാത്രമല്ല ലോഞ്ചിൻ്റെ ലക്ഷ്യം. നമുക്കവിടെ റിലാക്സ് ആയിട്ട് ഇരിക്കാനും പറ്റും. പക്ഷേ നല്ല തിരക്കായതുകൊണ്ട് പരിമിതി കുറവും കാരണം ഒന്ന് ഫുഡ് ജസ്റ്റ് കഴിച്ചു, അത്ര മാത്രമേ ഉണ്ടായുള്ളൂ. കാരണം ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അത്രമാത്രം. പിന്നെ അതിനുശേഷം ലോഞ്ച് എങ്ങനെ കിട്ടുക എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രെഡിറ്റ് കാർഡിൽ മാത്രമല്ല ഡെബിറ്റ് കാർഡിലും ലോഞ്ച് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കണ്ടിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡിൽ ലോഞ്ച് യൂസ് ക്രെഡിറ്റ് കാർഡുള്ളവർക്കാണെന്നുള്ളത് എല്ലാവരും അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. 1-2 റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആരും ക്രെഡിറ്റ് കാർഡ് മാത്രം വേണം, ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ലോഞ്ച് യൂസ് ചെയ്യാവുന്നൊന്നുമില്ല. പിന്നെ അതിനുശേഷം ഫ്ലൈറ്റിൽ പോകുന്നു. പിന്നെ യാത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് ലേ ഓവറൊന്നും ഇല്ല കേട്ടോ. ലേ ഓവർ ഇല്ലാതെ തന്നെ കുറഞ്ഞ പൈസയ്ക്ക് അങ്ങനെ ടിക്കറ്റ് കിട്ടി എടുക്കുന്ന കാര്യങ്ങളും ഇങ്ങനെ ലേ ഓവർ കുറച്ചിട്ട് ഇങ്ങനെ ടിക്കറ്റ് ഏത് എയർലൈൻസ് എടുക്കേണ്ട അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഞാൻ കുട്ടികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്നത്തെ വീഡിയോകളൊക്കെ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും പോകുന്ന കുട്ടികൾക്ക് അത് ഉപകാരപ്രദമാണ്. ലഗേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 45+7 കിലോ ലഗേജ് ഉണ്ട്. എന്നിട്ടും ലഗേജ് മാനേജബിൾ ആയിരുന്നില്ല. കുറച്ച് സാധനങ്ങൾ കാർഗോയിൽ അയക്കേണ്ടി വരുന്നുണ്ട്. ഈ ഷൂ ഡ്രസ്സുകളൊക്കെ കൂടിയാകുമ്പോൾ നല്ല വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ഫുഡായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ രസ്മലായി അതൊക്കെ കുറച്ച് നല്ല സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു. അപ്പം മധുരമുള്ളവർക്ക് ഇതെല്ലാം ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ ലാൻഡ് ചെയ്യുന്ന നമ്മുടെ ട്രാവലിംഗ് എങ്ങടാന്നുള്ളത് ഞാൻ വിശദമാക്കിയത് കൂടാതെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. പിന്നെ രാത്രിത്തെ ഫ്ലൈറ്റ് ആയിരുന്നു. രാത്രിയിൽ ഏർലി മോർണിംഗാണ് അവിടെ എത്തുന്നത്. ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 7 മണി ആ സമയമൊക്കെ ആകുമ്പോഴാണ് ലാൻഡിങ് ഉണ്ടായിരുന്നത്. 5.5 hours ആയിരുന്നു ഡൽഹി ടു കൊലാലംപൂർ യാത്ര ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം അവിടുന്ന് അങ്ങോട്ട് 7.5 മണിക്കൂറാണ്. പക്ഷേ യാത്രയ്ക്ക് ഒരുപാട് സമയം എടുത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് പോകുന്നത് ഉൾപ്പെടെ 48 hours ആയതുകൊണ്ട് തന്നെ കുറച്ച് ടയേർഡ്നെസ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടാതെ സ്റ്റുഡൻ്റായി പോകുന്ന കുട്ടികൾക്കുള്ള ആശങ്കകളും മാത്രം അത് പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. പാരൻസിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ഉണ്ടാവും. നമ്മൾ ആദ്യം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുന്നതെങ്കിൽ പോലും അവസാനം വെച്ച് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഈ വ്യൂസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത് പിന്നെ അടുത്ത ഫ്ലൈറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത ഫ്ലൈറ്റ് എടുക്കണം. അടുത്ത ഫ്ലൈറ്റിനുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു സമയമാണ്. വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരുന്നുള്ളൂ. അതുതന്നെ ലേ ഓവർ ഇത്ര 2.5 മണിക്കൂർ നോക്കിയെടുത്താണ്. ഇതിലും കുറഞ്ഞ ലേ ഓവർ ഉണ്ടായിരുന്നു. പക്ഷേ 2.5 മണിക്കൂർ ആവട്ടെ വിചാരിച്ച് കണ്ടിന്യൂസ് ഫ്ലൈറ്റിൽ അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. ചാർജ് കുറവ് തന്നെയായിരുന്നു. മറ്റേ ലേ ഓവർ കുറവുള്ളതിനും സെയിം ചാർജ് തന്നെയായിരുന്നു. ചാർജ് കുറവെന്നല്ല, ഒരേ ചാർജ് തന്നെയായിരുന്നു. പക്ഷേ കുറച്ചൊരു സമയം കുറവ് കൂടുതൽ കിട്ടട്ടെ, കുറച്ച് നടക്കലും റിലാക്സ് ചെയ്യലും ഫ്രഷപ്പ് ആവലും ഒക്കെ കൂടി നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു സമയം എടുത്തത് കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലാ എയർപോർട്ടുകളും അത്യാവശ്യം ഭംഗിയും ആ ഒരു ലെവലിൽ തന്നെയായിരിക്കുമല്ലോ. എല്ലാ എയർപോർട്ടിൽ നിന്നല്ല ഞാൻ പറയണം. എന്നാൽ പോലും ഒരു അത്യാവശ്യം നീറ്റ്നെസ്, ഭംഗി അതൊക്കെ എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ നന്നായിട്ട് തന്നെ ഉണ്ടായിരിക്കും. പിന്നെ യാത്രയിൽ പറയാനുള്ളത് കൃത്യമായ സെറ്ററുകളെല്ലാം നിങ്ങൾ കയ്യിൽ വെക്കണം എന്നുള്ളൊരു ഡ്രോബാക്ക് നമുക്ക് തോന്നി. നമ്മളത് കയ്യിൽ വെക്കാതെ ആദ്യം എല്ലാം കയ്യിൽ വെച്ചു, അവസാനം കാർഗോയിലും കൂടി സാധനങ്ങൾ അയക്കാമെന്ന് കണ്ടപ്പോൾ എല്ലാം പെട്ടിയിൽ വെച്ചൊരവസ്ഥ വന്നു. അതങ്ങനെ കുട്ടികളങ്ങനെ ചെയ്യരുത്. എന്തായാലും നിങ്ങൾക്കത് അവിടുത്തെ ക്ലൈമറ്റും നമ്മൾ പുതിയ ക്ലൈമറ്റിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം തന്നെ എല്ലാ ആക്സസറീസും നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾക്ക് കിട്ടാവുന്ന രീതിയിൽ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കത്
നമുക്കത് വല്ല അസുഖങ്ങളിലേക്കോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടിലേക്കൊക്കെ മാറും. അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ടും സീസണനുസരിച്ചിട്ടും തന്നെയുള്ള വസ്ത്രങ്ങൾ നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും നമ്മൾ എല്ലാം കരുതിയിട്ട് അവസാനം എല്ലാം ബാഗിൽ നമുക്ക് കിട്ടാത്ത രീതിയിൽ നമ്മൾ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് കുട്ടികൾ പോകുന്ന എല്ലാ കുട്ടികളും തന്നെ ശ്രദ്ധിക്കണം. അവർ അവസാനം വെച്ചിട്ട് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ എന്നുള്ള രീതിയിൽ മാറ്റി വെക്കരുത്. അവിടുത്തെ കൂടുതൽ കാര്യങ്ങളെല്ലാം ഓസ്ട്രേലിയ എത്തിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. അതുകൊണ്ടും കൂടിയാണ് വീഡിയോ ഇടാനെല്ലാം ലേറ്റ് ആയത്. പക്ഷേ ഞാൻ ഈ ട്രാവൽ വ്ളോഗായിട്ട് ചെറിയ വ്ളോഗായിട്ട് ഇടുകയാണ്. കാരണം വ്യൂസ് വളരെ കുറവായതുകൊണ്ടും കൂടിയാണ് ചെറിയ വ്ളോഗായിട്ട് തന്നെ ഞാൻ ഇടുന്നത് കേട്ടോ. ഫ്ലൈറ്റ് ജേണിയിൽ ആകെ എൻജോയ് ചെയ്യാൻ പറ്റാവുന്നൊരു കാഴ്ച ഈ വിൻഡോ സീറ്റിൽ കൂടെയുള്ള പുറത്തേക്കുള്ള എത്തിനോട്ടം മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേ നമ്മൾ ഒരേ ഇരിക്കൽ എനിക്കൊട്ടും എൻജോയ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. വിൻഡോ സീറ്റ് കിട്ടുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വിൻഡോ സീറ്റ് അവർ ഒരിക്കലും സമ്മതിക്കില്ല. അവർക്ക് കുട്ടികൾക്ക് തന്നെ വേണം വിൻഡോ സീറ്റ്. പിന്നെ തന്നെ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പലപ്പോഴും വിൻഡോ സീറ്റ് കിട്ടാറുണ്ട്. അത് കൂടുതലുള്ള ആ ഒരു രാവിലത്തെ സമയം ആ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ, പക്ഷേ ഉച്ചയ്ക്ക് ആകുമ്പോഴൊക്കെ നമുക്ക് നല്ല ചൂടും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു അത്രയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരേ കാഴ്ചകൾ പോലെയൊക്കെ നമുക്ക് തന്നെ തോന്നും. വിൻഡോസ് നമ്മളെ സൈഡിൽ കൂടെയുള്ള പുറത്തേക്കുള്ള ആകാശ കാഴ്ചകളും എല്ലാ താഴത്തേക്കുള്ള വ്യൂവും എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ഏത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴും അങ്ങനെ തോന്നുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ലോങ് ജേണി പോകുമ്പോൾ എപ്പോഴും ഫ്ലൈറ്റിൽ ഒരു ഉറക്കം ഒരു പതിവുള്ളതാണല്ലോ. നമ്മൾ കൂടുതൽ സമയം ഉറങ്ങാനും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യും. പിന്നെ കുറച്ചൊരു എക്സൈറ്റഡ് ഉണ്ടാവും. പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അത് സ്വാഭാവികമാണ് എക്സൈറ്റ്മെൻറ്റ്. എത്ര എക്സൈറ്റഡ് ആണെങ്കിലും എനിക്കൊരേ ഫീലിംഗ് ആണ് ഇട്ട് തോന്നാറ്. അങ്ങനെ കുറച്ചൊരു ബോറടി തോന്നാറുണ്ട് ഫ്ലൈറ്റിലിരിക്കുമ്പോൾ. സ്ഥലങ്ങൾ കാണലും നമുക്ക് പുതിയ രാജ്യങ്ങൾ കാണലും എല്ലാം ഇഷ്ടമാണെങ്കിൽ പോലും ഫ്ലൈറ്റിലുള്ള ആ യാത്ര എന്ന് പറയുമ്പോൾ നമ്മളൊരു കെട്ടിട്ട പോലെ നമ്മളിങ്ങനെ ഇരിക്കേണ്ടത്. പിന്നെ അത് അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് മാത്രം നമ്മൾ അതിനെ ഹാപ്പി ആയിട്ട് ആക്കാൻ നോക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഉറക്കം ഒക്കെ എല്ലാവരും ചെയ്യുമല്ലോ. പിന്നെ ഇതൊരു ഡിക്ലറേഷൻ ഫോമാണ് കേട്ടോ. ഇതെല്ലാവരും അത്രയും സീരിയസ് ആയിട്ട് തന്നെ കാണണം. ഈ ഡിക്ലറേഷൻ ഫോമിൽ ആദ്യം നമ്മുടെ പേര് അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. പിന്നെ നമ്മൾ മെഡിക്കൽ എടുക്കുമ്പോൾ അതിൽ ട്യൂബർകുലോസിസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കണം. പിന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും അത് അവിടെ പോകുന്നവർക്ക് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് എന്താ കൊണ്ടുപോകാൻ പാടാത്തത്, എന്തൊക്കെ എസെൻഷ്യലായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതൊക്കെ ഡിക്ലറേഷൻ കൊടുക്കുന്നത് ടിക്കറ്റ് പോകണം കേട്ടോ. അതിനുശേഷം പിന്നെ ഫ്ലൈറ്റ് ഫുഡാണ്. ഫ്ലൈറ്റ് ഫുഡ് ഇപ്പോൾ ഇന്ത്യൻ എയർലൈൻസിൽ നമുക്ക് ഫുഡില്ല. ബാക്കിയൊക്കെ നമുക്ക് മുന്നേ ഇൻഡിഗോ അങ്ങനെയുള്ള ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡില്ല. അതിന് മുന്നേ നമുക്ക് ഫ്ലൈറ്റിൽ ഫുഡ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഫ്ലൈറ്റിനനുസരിച്ചിട്ട് നമുക്ക് ബജറ്റ് എയർലൈൻ അങ്ങനെ അതിനനുസരിച്ച് നമുക്ക് ഫുഡിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ എപ്പോഴും നോക്കിയിരിക്കലും നമുക്കൊരു രീതിയാണല്ലോ. ഫ്ലൈറ്റിലിരിക്കുമ്പോൾ നമ്മുടെ ഒരു ടൈം പാസ്സാണ്. പുറത്തേക്ക് നോക്കലും അതുപോലെ തന്നെ എവിടെ എത്തി എന്നുള്ളത് നോക്കലും. പിന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശ കാഴ്ചകളൊക്കെ പലപ്പോഴും ഒരേ രീതിയൊക്കെ നമുക്ക് തോന്നും. എന്നാൽ പോലും നമ്മളിങ്ങനെ മാക്സിമം സെക്കൻഡ് സീറ്റിലാണെങ്കിൽ പോലും എത്തി വലിഞ്ഞ് നോക്കാൻ എന്താ മാർഗ്ഗം, നമ്മൾ വിൻഡോ സീറ്റ് അല്ലെങ്കിൽ പോലും എത്തി വലിഞ്ഞ് നോക്കാൻ എന്താ മാർഗ്ഗം എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കാറുണ്ട്. അതൊക്കെ ഒരു ഫ്ലൈറ്റിലിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വയം ഹാപ്പി ആവുക എന്നുള്ള പറയുന്ന ആ സമയത്ത് നമ്മൾ ചെയ്യുന്നു. പിന്നെ ഇത് പഞ്ഞിക്കെട്ട് പോലെ നമുക്ക് തോന്നും മേഘങ്ങളെല്ലാം. ഒരു എന്താ പറയുക നമ്മുടെ ഈ പണ്ട് ഈ എന്താ പറയുക ഒരു ഈ പില്ലൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഉള്ളിലത്തെ ഒരു പഞ്ഞിയുണ്ടല്ലോ, ഒരു കായയിൽ നിന്നാണ് പൊട്ടിയിട്ട് അത് യഥാർത്ഥത്തിൽ ഇതേപോലെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ അത് നമുക്ക് അതിങ്ങനെ പൊട്ടി ഇങ്ങനെ സ്പ്രെഡ് ആവുക ചെയ്യാം. നമ്മൾ അപ്പൂപ്പൻ താടി എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മകളാണ്. പഠിത്തമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വീണ്ടും അതെന്നെ കാണുന്നത് എന്താ കായയുടെ പേര് ഞാൻ മറന്നു, കായ ഓർമ്മയിൽ വരുന്നില്ല. ഇതിപ്പോൾ ഓസ്ട്രേലിയ പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഒറിജിനൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നൊസ്റ്റാൾജിക് അനുഭവങ്ങളിലേക്ക് പോയ പോലെയായി. പിന്നെ വീണ്ടും ഫുഡ് വന്നു. കാരണം 7 hours ജേണി ആകുമ്പോൾ 7.5 hours ജേണി ആകുമ്പോൾ 7 മണിക്കൂർ 35 മിനിറ്റ് എങ്ങാണ്ടാണ്. അപ്പോൾ ഇത് പനീറിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ വെജ് നോൺ വെജ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെല്ലാം ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എൻ്റെ മോളുടെ കയ്യിൽ കഴിക്കാനൊന്നും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് കിട്ടും, അത് തന്നെ ധാരാളമാണ്. കൂടാതെ അവിടെ പോയിട്ടും കഴിക്കാനുള്ള ഒരു സാധനങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് നല്ലതായിരുന്നു. അത് ചോക്ലേറ്റ് ഇല്ല, വാനില ഐസ്ക്രീം ചോക്ലേറ്റ് കോട്ടിങ്ങോട് കൂടി വരുന്നതുണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ വീണ്ടും നമുക്ക് പ്രധാനമായിട്ട് ഫ്ലൈറ്റിനുള്ളിൽ ഇരിക്കുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെത്തി ഡെസ്റ്റിനേഷൻ നോക്കിക്കൊണ്ടേയിരിക്കലാണ് നമ്മുടെ ഒരു ഇത്. പിന്നെ ഇപ്പോൾ മനസ്സിലായല്ലോ, ലാൻഡിങ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയും പിന്നെ ജസ്റ്റ് സ്റ്റഡി ആയിട്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇപ്പം ഇറങ്ങാം എന്നുള്ള രീതിയിൽ നോക്കും. പിന്നെ ഉണ്ടാവും കുറച്ച് സമയമൊക്കെ. എന്തായാലും നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോഴും ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാക്കുന്നൊരു സമയമാണ് കേട്ടോ. അത്
അത് നമ്മൾ താഴത്തേക്കുണ്ട് നമ്മുടെ ലാൻഡിൽ കാല് കുത്തുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക, എക്സൈറ്റഡ് അല്ല കേട്ടോ, ഒരു പ്രത്യേക ഒരു പ്രൗഡ് മൊമെൻറ്റോ അങ്ങനെ എന്തൊക്കെയായിട്ടൊക്കെ തോന്നും. പിന്നെ ചില സമയങ്ങളിലൊക്കെ ഹർഷ ലാൻഡിങ് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് പേടി തോന്നിയ ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. കാലിക്കറ്റ് എയർപോർട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ പറയുന്നില്ല, എന്നാൽ പോലും നമ്മളിങ്ങനെ ഓരോന്നൊക്കെ മുന്നത്തൊക്കെ ഇങ്ങനെ ഇൻസിഡൻസൊക്കെ കേട്ട് നമ്മളങ്ങനെ എന്തായാലും ഒരു പ്രൗഡ് മൊമെൻ്റാണ് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ. അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതാ ഈ സമയത്ത് ഒരു തരം മഞ്ഞ വെളിച്ചം പോലെയൊക്കെ ആകാശമൊക്കെ കൂടി കണ്ടില്ലേ, അങ്ങനെ ഒരു പുതിയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പിന്നെ ഇനി പുതിയ സ്ഥലത്തെ കാഴ്ചകളും ഒക്കെ കാണിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. നോക്കാം നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നതിന് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എൻ്റെ മോള് പോകുന്നതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ്. ആ ഷോർട്സിൽ അവൾ അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് വണക്കി അടിക്കണം. ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൾ പോകുന്നതിൻ്റെ മുന്നേ എനിക്ക് മോണിറ്റൈസ് ആവണം, അവളെക്കൊണ്ട് മോണിറ്റൈസേഷൻ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യിപ്പിക്കണം എന്നായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പിന്നെ അവൾ ഡൽഹിക്ക് പോകുന്ന സമയത്ത് പിന്നെയും 2 ദിവസം ഉണ്ടായിരുന്നല്ലോ, അത് പറഞ്ഞ് ഞാനൊരു ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വണക്കിയെ പോയിട്ട് ഹാഫ് പോലും, വണക്കിയുടെ പകുതി ദൂരം പോലും എത്തിയില്ല. താങ്ക് യു ഓൾ.